ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുടുംബശ്രീയിലും ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം കുടുംബശ്രീയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. കുടുംബശ്രീ സംസ്ഥാന മിഷനിൽ സ്റ്റേറ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ ആനിമൽ ഹസ്ബൻഡറി തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ഒരൊഴിവാണ് വന്നിട്ടുള്ളത്. കരാർ നിയമനമാണ്. കരാറിൽ ഏർപ്പെടുന്ന ദിവസം മുതൽ 31/3/2026 വരെയാണ് കരാർ കാലാവധി ഉണ്ടായിരിക്കുക. വിദ്യാഭ്യാസ യോഗ്യത വെറ്റിനറി സയൻസ്, ഫിഷറീസ്, ഡയറി ടെക്നോളജി എന്നിവയിൽ ഏതിലെങ്കിലുമുള്ള ബിരുദമാണ്. പ്രായപരിധി 28/8/2025 40 വയസ്സിൽ കൂടാൻ പാടുള്ളതല്ല. മൃഗസംരക്ഷണ മേഖലയിൽ സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. പ്രതിമാസ വേതനം 30,000 രൂപയാണ് ലഭിക്കുന്നത്. ജോലിയുടെ സ്വഭാവം കുടുംബശ്രീ മിഷനിലെ മൃഗസംരക്ഷണ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക, നൂതന ആശയങ്ങൾ വികസിപ്പിക്കുക, പദ്ധതി ആസൂത്രണം, പോളിസി തല പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, സംസ്ഥാനത്തിനകത്തും പുറത്തുമായി ഫീൽഡ് തല പ്രവർത്തനങ്ങൾ എന്നിവയാണ്. ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. www.cmd.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപേക്ഷാർത്ഥികൾ 500 രൂപ പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ടതാണ്. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നും നിങ്ങളുടെ ബയോഡേറ്റ സ്ക്രീനിംഗ് നടത്തി യോഗ്യതയും പ്രവൃത്തി പരിചയവും പരിഗണിച്ച് യോഗ്യരായവരെ അഭിമുഖത്തിന് വിളിച്ച് അവരിൽ നിന്നും അനുയോജ്യരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുതലാണെങ്കിൽ എഴുത്തു പരീക്ഷയും ഇൻ്റർവ്യൂവുമോ അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഇൻ്റർവ്യൂവുമോ ഏതാണ് അനുയോജ്യമായത് ആ രീതിയിലാണ് നിയമന പ്രക്രിയ ഉണ്ടായിരിക്കുക. അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി 21/4/2025 വൈകുന്നേരം 5 മണി വരെയാണ്. അപേക്ഷകൾ കുടുംബശ്രീ ജില്ലാ മിഷനുകളിലോ സംസ്ഥാന മിഷനിലോ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. കൂടാതെ ഓൺലൈൻ അല്ലാതെ ലഭിക്കുന്ന അപേക്ഷകളും യഥാസമയം ലഭിക്കാത്ത അപേക്ഷകളും അംഗീകരിച്ച യോഗ്യതകൾ ഇല്ലാത്തതുമായ അപേക്ഷകളും പരിഗണിക്കുന്നതല്ല. പരീക്ഷാ ഫീസ് ഓൺലൈനായി അപേക്ഷയോടൊപ്പം അയക്കാവുന്നതാണ്. അടുത്തത് പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടി IDDPയുടെ കീഴിൽ ആനക്കട്ടി വട്ടലാക്കി കോർപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന മത്സര പരീക്ഷകൾക്കുള്ള പരിശീലന അധ്യാപകരുടെ ഒഴിവിലേക്ക് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. കണക്ക്, എക്കണോമിക്സ്, ഹിസ്റ്ററി വിഷയങ്ങളിൽ MSc അല്ലെങ്കിൽ B.Ed, സെറ്റ് അല്ലെങ്കിൽ M.Ed യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. B.Ed, സെറ്റ് അല്ലെങ്കിൽ M.Ed എന്നീ യോഗ്യതയുള്ളവരുടെ അഭാവത്തിൽ ബിരുദാനന്തര ബിരുദമുള്ളവരെയും പരിഗണിക്കുന്നതാണ്. മത്സര പരീക്ഷാ പരിശീലന കേന്ദ്രത്തിൽ പഠിപ്പിച്ചിട്ടുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. ഏപ്രിൽ 21 രാവിലെ 10 മുതൽ 12 മണി വരെ ആനക്കട്ടി വട്ടലാക്കി കോർപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റിയിൽ ഇൻ്റർവ്യൂ നടക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം ജില്ലയിലെ അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ലൈബ്രറിയൻ തസ്തികയിൽ ഓപ്പൺ വിഭാഗം ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ലൈബ്രറി സയൻസ് കോഴ്സ് പാസ്സായവർക്കും ഈ മേഖലയിൽ ചുരുങ്ങിയത് 5 വർഷം പ്രവൃത്തി പരിചയമുള്ളവർക്കും അപേക്ഷിക്കാം. പ്രായം 2025 ജനുവരിയിൽ 18-നും 41-നും ഇടയിലായിരിക്കണം. താല്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളോടുകൂടി ഏപ്രിൽ 25-ന് മുമ്പ് ബന്ധപ്പെട്ട എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് ഒഴിവിലേക്ക് കുടുംബശ്രീ അംഗങ്ങളെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട്. യോഗ്യത 10ാം ക്ലാസ് ആണ്. സ്വന്തമായി സ്മാർട്ട് ഫോൺ ഉണ്ടായിരിക്കണം. കുടുംബശ്രീ അംഗമോ കുടുംബാംഗമോ ഓക്സിലറി ഗ്രൂപ്പ് അംഗമോ ആയിരിക്കണം. പ്രായപരിധി 50 വയസ്സ് വരെയാണ്. തൊഴിലുറപ്പ് പ്രവർത്തകർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, കിടപ്പ് രോഗികൾ, ഗർഭിണികൾ, സാധാരണക്കാർ എന്നിവർക്ക് ബാങ്കിംഗ് സേവനം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഏപ്രിൽ 23-ന് രാവിലെ 10 മണിക്ക് പത്തനംതിട്ട ടൗൺ ഹാളിൽ അഭിമുഖത്തിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ അക്കൗണ്ടന്റ് കം IT അസിസ്റ്റന്റിനെ നിയമിക്കുന്നുണ്ട്. BCom PGDCയുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അക്കൗണ്ടിംഗ്, ബുക്ക് കീപ്പിംഗ്, MGNREGS എന്നിവയിൽ മുൻപരിചയവും ഉണ്ടായിരിക്കണം. ഏപ്രിൽ 25-ന് വൈകിട്ട് 4 മണിക്ക് മുമ്പ് സെക്രട്ടറി, പന്തളം ബ്ലോക്ക് പഞ്ചായത്ത്, കുളനട PO, പിൻ നമ്പർ 689503 എന്ന വിലാസത്തിൽ നിങ്ങളുടെ അപേക്ഷ, ബയോഡാറ്റ, സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം സമർപ്പിക്കണം. അഭിമുഖം ഏപ്രിൽ 26-ന് രാവിലെ 11 മണിക്ക് പന്തളം ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ചിട്ടാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ആലപ്പുഴ ജില്ലയിൽ
സാമൂഹ്യനീതി വകുപ്പ് ആലപ്പുഴ ജില്ലാ പ്രൊബേഷൻ ഓഫീസിൽ പ്രൊബേഷൻ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള MSWയും സാമൂഹിക പ്രവർത്തന മേഖലയിൽ 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവുമാണ്. ആലപ്പുഴ ജില്ലയിലുള്ളവർക്ക് മുൻഗണന ലഭിക്കും. പ്രായപരിധി 40 വയസ്സ് തികയാൻ പാടില്ല. ഹോണറേറിയം 29,535 രൂപയാണ് ലഭിക്കുന്നത്. താല്പര്യമുള്ളവർ നിങ്ങളുടെ ബയോഡേറ്റ, സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എന്നിവ സഹിതം ജില്ലാ പ്രൊബേഷൻ ഓഫീസർ, ജില്ലാ പ്രൊബേഷൻ ഓഫീസ്, കോടതി സമുച്ചയം, ആലപ്പുഴ 688001 എന്ന വിലാസത്തിൽ ഏപ്രിൽ 21 വൈകിട്ട് 5 മണിക്കുള്ളിൽ എത്തിക്കേണ്ടതാണ്. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം അഭിമുഖ തീയതിയും സ്ഥലവും അറിയിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.